ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കട്ട് വർക്ക് വെച്ചിട്ടുള്ള പെൻസിൽ പാൻ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2.25 മീറ്റർ പോപ്ലിൻ കോട്ടനാണ് എടുത്തിട്ടുള്ളത്. സിഗരറ്റ് പാൻറ്റിന് വേണ്ടിയിട്ട് അളവെടുക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഫസ്റ്റ് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ വീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാണ്. ഇനി ഞാൻ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ അളവുകൾ മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിനോട് 2 ഇഞ്ച് കൂട്ടിയതാണ് വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഹിപ്പ് റൗണ്ട് 42 ആണ്. അതിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10.5 ഇഞ്ചസ് കിട്ടി. അതിനോട് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 12.5 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബെൽറ്റിൻ്റെ മാർക്കിൽ നിന്നും താഴോട്ടേക്കാണ് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അളവുകൾ മാർക്ക് ചെയ്താൽ മതി. ക്രോച്ച് കർവ് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. ക്രോച്ചിൻ്റെ ലെങ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഈ സൈഡിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്യാണ്. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ബെൽറ്റിൻ്റെ മാർക്കിങ്ങിൽ നിന്ന് താഴോട്ടേക്കാണ് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് 38 ഇഞ്ചസ് ആണ് ഫുൾ ലെങ്ത്ത് വേണ്ടത്. അതിനോട് തയ്യൽ തുമ്പായിട്ടൊരു 1/2 ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അളവെടുക്കുമ്പോൾ ഇവിടെ എത്രയാണോ വിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതിന് നേരെ പകുതിയാക്കാം. അപ്പോൾ എനിക്ക് 15 ഇഞ്ചാണ് കിട്ടിയത്. അതിന് നേരെ പകുതി ഏറെയാണ്. ഏറെ ഇഞ്ചസ് ഞാൻ ഈ ലെഗ് റൗണ്ടിൻ്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു മാർക്കിങ്ങിൻ്റെ 2 സൈഡിലായിട്ടാണ് ലെഗ് റൗണ്ടിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് 8 ഇഞ്ചസ് ആണ് വേണ്ടത്. അതിൽ 4 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലും 4 ഇഞ്ച് മറ്റേ സൈഡിലുമായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തു. ഇനി ഇത് വെച്ചിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബെൽറ്റിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് പാർട്ടിനേക്കാളും ബാക്ക് പാർട്ടിന് 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ആ ലൈനിലാണ് ഞാൻ ഫ്രണ്ട് പാർട്ട് ചേർത്ത് വയ്ക്കുന്നത്. ബാക്ക് പാർട്ടിൽ ക്രോച്ചിൻ്റെ സൈഡിൽ മാത്രം നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഈ ലൈനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. എന്നിട്ട് ബെൽറ്റിൻ്റെ ഇവിടെ മുതൽ താഴെ വരെ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ക്രോച്ചിൻ്റെ സൈഡിലേക്ക് ചിരിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്ക് പീസ് കൂടി കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് 2നെയും ക്രോച്ചിൻ്റെ സൈഡാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ക്രോച്ച് ജോയിൻ ചെയ്തു. ഇനി 2നെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. കട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ ലെഗ് റൗണ്ട് ഇതുപോലെ നിവർത്തിയിടണം. എന്നിട്ട് അളവെടുക്കാം. ഇങ്ങനെ അളവെടുത്തപ്പോൾ എനിക്ക് 17 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു കട്ടിയുള്ള പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഹാഫ് സർക്കിളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ റൗണ്ടാണ് ആക്കിയത്. നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ സൈസുള്ള റൗണ്ട് കട്ട് ചെയ്താൽ മതി.
നേരത്തെ ലെഗ് റൗണ്ട് അളന്നപ്പോൾ 17 ഇഞ്ചായിരുന്നു കിട്ടിയത്. അതേ അളവിൽ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസ് പേപ്പർ നേരെ പകുതിയായി മടക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഹാഫ് സർക്കിളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. വരയ്ക്കുന്ന സമയത്ത് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് വേണം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. പാൻറ്റിൻ്റെ ഒരു പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉൾവശത്ത് ഈ ക്യാൻവാസ് പേപ്പർ സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് താഴെയും മുകളിലും അരയിഞ്ച് എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ക്യാൻവാസ് അയൺ ചെയ്തെടുത്തു. ഇനി മുകൾ ഭാഗത്ത് ഈ അരയിഞ്ച് എക്സ്ട്രാ വരുന്നത് ക്യാൻവാസിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പാൻറ്റിൻ്റെ നല്ല വശത്തിനോട് ക്യാൻവാസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചു. ഇനി ഇത് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റാം. കോണ് വരുന്ന ഭാഗം ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ടതിന് ശേഷം നല്ല വശം മറിച്ചിടാം. ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് പാൻറ്റിൻ്റെ സൈഡ് കൂടി ജോയിൻ ചെയ്യാം. അങ്ങനെ കട്ട് വർക്ക് വെച്ചിട്ടുള്ള സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഒരു വൈറ്റ് പാൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.